ഇന്നൊരു സെൽഫ് അസസ്മെൻറ്റ് ഡേ ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നല്ലൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒന്ന് മൂഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ കുറേ ബുക്സ് ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറേ പ്ലാനേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മാനിഫെസ്റ്റേഷൻ എഫർമേഷൻസ് ഒക്കെ എഴുതി വെക്കാൻ. ഇതിൽ എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഞാൻ എടുക്കുകയാണെന്ന്. എന്തിനാണെന്നായിരിക്കുമല്ലോ എല്ലാവരും ചിന്തിക്കുന്നത്. ഈ വർഷം എനിക്ക് വളരെ മോശപ്പെട്ട വർഷമായിരുന്നു 2024. മോശം ഇൻ സെൻസ് ഞാൻ കുറേ കാര്യങ്ങൾ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബുക്കിൽ തന്നെ ഉണ്ട് കുറേ ഞാൻ എഴുതി വെച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതും അങ്ങനെ ഒരുപാട്. അതിലൊന്നോ രണ്ടോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുമായിരിക്കും, ബാക്കിയൊക്കെ ഫ്ലോപ്പാന്നേ. ചില വർഷങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നും നടക്കില്ല. മെയിൻ കാരണം എനിക്ക് തന്നെ ഒരു ഉറപ്പുമില്ലായിരുന്നു. കാരണം ഞാൻ എന്ത് ചെയ്താലും അതെവിടെയോ ഒന്ന് പാളിപ്പോകുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യം എങ്ങനെ എനിക്ക് എൻ്റെ യൂണിവേഴ്സ് അതിലേക്ക് എത്തിച്ചു തരാം? ഒരിക്കലും ഇല്ലല്ലോ. ഞാനിവിടെ ഇരുന്നിട്ട് കഴിഞ്ഞ വർഷം ഞാൻ കുത്തിക്കുറച്ചതും ഞാൻ വിചാരിച്ച കാര്യങ്ങളും എഴുതി വെച്ചതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഞാൻ തന്നെ എന്നെ സമാധാനപ്പെടുത്തുമായിരുന്നു. അപ്പം ഞാനിവിടെ എഴുതാൻ പോണത് എന്നെ ശരിക്കും ഹാപ്പി ആക്കുന്നത് എന്തൊക്കെയാണ്. അത് മെറ്റീരിയലിസ്റ്റിക് തിങ്സ് അല്ല കേട്ടോ. ശരിക്കും എനിക്ക് എന്തിൽ നിന്നിട്ടാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് അത് ഞാൻ ശരിക്കും അറിയണ്ടേ. എന്നാലല്ലേ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ട് ചെയ്യാൻ വേണ്ടിയേ പറ്റുള്ളൂ. അതേപോലെ എന്നെ സന്തോഷം കെടുത്തുന്ന അല്ലെങ്കിൽ എൻ്റെ ഫിയേഴ്സ് എന്തൊക്കെയാണ്, എനിക്ക് സന്തോഷത്തിൽ നിന്ന് എന്നെ പിൻവലിക്കുന്നത് എന്തൊക്കെയാണ് എന്നും എനിക്ക് അറിയണമായിരുന്നു. സന്തോഷം നൽകുന്നതിൻ്റെ ഒരു കണക്ക് കുറവാണെങ്കിലും സന്തോഷം ഇല്ലാണ്ടാക്കുന്നതിൻ്റെ കണക്ക് എനിക്ക് കുറേ ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കിയാലുള്ളൂ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും 2024 കൊളായി. 2025 തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസമുള്ളൂ. പിന്നെ എൻ്റെ ഒരു ബർത്ത്ഡേ January 1 ആയതിനെ കൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റത്തെ ദിവസം തന്നെ എനിക്കൊരു വർഷം, അതായത് എനിക്ക് പ്രായം കൂടുകയാണോ കുറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്താണെങ്കിലും ഞാൻ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതലൊരു മാറ്റം എൻ്റെ ലൈഫിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഴുത്തുകുത്തുകളും എനിക്ക് എന്നെ ഒരു അസസ്മെൻറ്റ് നടത്തണമെന്നും ഈ 10-20 ദിവസം കൊണ്ട് ചെറിയൊരു മാറ്റെങ്കിലും വേണമെന്ന്. അപ്പം ഞാനിവിടെ എഴുതാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് മൈ ഹാപ്പിനെസ്. എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും അറിയില്ല, പക്ഷെ എന്താണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. മൈ ഫിയേഴ്സിലാണെങ്കിൽ ഒട്ടും സംശയിക്കണ്ട, ഇഷ്ടം പോലെ എനിക്ക് എഴുതാനും ഉണ്ടാകും. ഞാൻ ഫിയറിന് എഴുതിയിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയോ, ആ ഫിയേഴ്സ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ തന്നെ എൻ്റെ ഉള്ളിലേക്ക് കൊടുത്തത്. എഴുതാൻ തുടങ്ങിയപ്പം എനിക്ക് മൈ ഹാപ്പിനെസ്സിൽ എനിക്ക് ഫുള്ള് വരുന്നത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും, എനിക്ക് എൻ്റെ ഫാമിലി മീൻസ് എൻ്റെ മിച്ചു, എൻ്റെ ഹസ്ബൻഡ്, അതാണ് എൻ്റെ ലോകമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെനിക്ക് മുന്നേ അറിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മളൊരു അമ്മയൊക്കെ ആയിക്കഴിഞ്ഞാലോ ഫാമിലിയിലായിക്കഴിഞ്ഞാലോ ഒറ്റയ്ക്കുള്ളൊരു ചെറിയ ടൈം നമുക്ക് കിട്ടാൻ കുറവാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലും മോനുണ്ടെങ്കിൽ നമുക്ക് മൈൻഡ് ഒന്ന് പീസ്ഫുള്ളായിട്ട് കിട്ടാറില്ല അല്ലേ? മിക്കപേരും അങ്ങനെയായിരിക്കും തോന്നുന്നു എനിക്ക്. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് കേട്ടോ. ഞാനിതിൽ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. കാരണം കാണിക്കാൻ മാത്രമുള്ള അത്ര വലിയ ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നുമല്ല ഞാൻ എഴുതുന്നത്. എൻ്റെ സെയിം സാധനം ആയിരിക്കില്ല നിങ്ങൾക്കും അല്ലേ? അതുകൊണ്ട് കാണിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ചില സമയത്ത് ഞാൻ ഭയങ്കര ഫ്രീസായി പോകുന്നുണ്ട്. മൈ ഹാപ്പിനെസ്സിൻ്റെ കൗണ്ട് നോക്കുമ്പോൾ വളരെ കുറവാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ആവാൻ പാടുണ്ടോ? അതേസമയം എൻ്റെ ഫിയേഴ്സിൽ ഈ പറഞ്ഞ പോലെ ഫിയറിന് എഴുതിയിട്ടുള്ളെങ്കിലും ഫിയേഴ്സ് ഇസ് എ ലോട്ട്. ആ പോയിൻറ്റ്സ് ഭയങ്കര കൂടുതലാണ്. അതെങ്ങനെ ഞാൻ മറയ്ക്കാം, അതിനെപ്പറ്റി ചിന്തിക്കാണ്ടിരിക്കാം, എങ്ങനെ അത് എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തി ഹാപ്പിനെസ്സിനെ കൂട്ടാനാണ് ഞാൻ ഈ എഴുതുമ്പോഴൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴാണെങ്കിലും എൻ്റെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ സന്തോഷം എന്നുള്ളത്. ശരിക്കും അതാണ് സന്തോഷം എന്നുള്ളത്. വീണ്ടും ഞാൻ എഴുതിയ സാധനത്തിനെ ഒന്നും കൂടി ഞാൻ മറച്ച് ഒന്നും കൂടി ഞാൻ അതിനെ കട്ട് ഷോർട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് എൻ്റെ ഹാപ്പിനെസ് ഏതിലാണെന്നുള്ളതും എൻ്റെ ഫിയേഴ്സ് എന്തിലാണെന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ഫിയർ എൻ്റെ ഉള്ളിലുള്ള തോട്ട്സാണ്. അതേപോലെ എൻ്റെ ചുറ്റും ഞാൻ എവിടെ സെറ്റ് ചെയ്യണം, ബൗണ്ടറി സെറ്റ് ചെയ്യണം, എന്നോട് ആൾക്കാർ സംസാരിക്കണം എന്നുള്ളത് ഞാനും കൂടി വിചാരിക്കണമെന്നും ഞാൻ എങ്ങനെ അത് ബൗണ്ടറി സെറ്റ് ചെയ്യണമെന്നും
ഞാൻ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇതൊക്കെ പറയെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയും നമ്മുടെ കൾച്ചറും എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ. അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആകെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മളെ ഹാപ്പിനെസ് എന്താണോ അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ നിങ്ങളും ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു 13-14 തീയതി ആണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ഹാപ്പിനെസ് ഞാൻ എഴുതി വെച്ചല്ലോ അതിൽ ഓരോ പോയിൻറ്റ്സും ഞാൻ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ അങ്ങനെ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നതെന്നാണ്. കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒന്ന് പുറത്ത് പോകുന്നതും ഒക്കെ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് കുട്ടി കുട്ടി കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്, ഇപ്പോൾ രാവിലെ എന്താണെങ്കിലും മിച്ചു കിടന്നുറങ്ങാണ്. മിച്ചുവിനടുത്ത് കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് സന്തോഷം നൽകുന്നതാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മിച്ചു ജനിക്കുന്നതിനും മുന്നേ ഞാനും മിതുവും മാത്രമുള്ള സമയത്ത് ഞാൻ ഈ ഫ്രൈഡേസ് ആകുമ്പം മിതു ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്ക് വീടൊക്കെ ഫുൾ നീറ്റാക്കി ഇന്ന് ഏത് സിനിമയാണോ കാണേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പാട്ട് വെക്കുമായിരുന്നു. ആ മ്യൂസിക്കൊക്കെ കേൾക്കാനുള്ളത് സെലക്ട് ചെയ്ത് ഫുഡൊക്കെ ഓൾറെഡി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് മിഥുനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മിച്ചു ആയതിനു ശേഷം പ്രയോറിറ്റി മിച്ചുവിന് പോയതിനെ കൊണ്ടും കൂടാണ്ട് ഞാനും ഭയങ്കര എക്സോസ്റ്റഡ് ആയതിനെ കൊണ്ട് തന്നെ ഞാൻ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും വീണ്ടും എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമല്ലേ നമുക്ക് നോക്കാം. പക്ഷേ ഇതിന് മെയിനായിട്ടുള്ളൊരു സാധനം മ്യൂസിക്കാണ്. എനിക്കും മിഥുനും ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്. പക്ഷേ ഇപ്പം എനിക്ക് ലൗഡ് മ്യൂസിക്കിനോട് വലിയ താല്പര്യമില്ല. 2 സ്പീക്കേഴ്സ് കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട കേട്ടോ. ഒന്ന്, ഈ വലിയ സ്പീക്കർ ഞാൻ മിഥുവിന് ഗിഫ്റ്റ് ചെയ്തതാണ് ഒരു ബർത്ത്ഡേക്ക്. ഈ മാർഷലിൻ്റെ ഈ ഒരു സ്പീക്കർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ഒരു ബർത്ത്ഡേക്ക്. അപ്പോൾ ഇങ്ങനെ 2 ഇതൊരു ഹാൻഡി എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് ഞാൻ മിഥുവിന് കൊടുത്തത്. ഇന്ന് ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഞാൻ മിഥു വരുമ്പോഴേക്ക് ഒരു പ്ലേലിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്കിന്ന് ചെയ്യാം. കുപ്പോയാവണോ, നല്ല കുറ്റിയാവണോ. ഇന്നും മിച്ചു ഫുള്ള് ടോയ്സ് യെസ്റ്റർഡേ പോലെ ഫുള്ള് ഇട്ടിട്ട് ഇവിടെ ഫുള്ള് ടോയ് ഇട്ടിട്ട് മിച്ചു കളിക്കണം. പിന്നെ ഗുഡ് ബോയ് ആയിട്ട് അപ്പം കഴിക്കണം, ക്രാങ്കി ആവരുത്, ദേഷ്യം പിടിക്കരുത്, നോ ക്രൈയിങ്. ഓക്കെ, ഗുഡ് ബോയ് ആവോ പരി ഗുഡ് ബോയ് ആവും പരി. വെള്ളം വരും. എന്താ വെള്ളം വരുന്നേ? ഇനി വെള്ളം വരുമ്പോ അമ്മേനോട് പറയുമോ? മോർണിംഗ് ആയ എന്താ ചെയ്യാ? മോർണിംഗ് എണീറ്റാ മിച്ചു എന്താ ചെയ്യാ? ഫസ്റ്റ് തിങ് വാട്ട് വിൽ യു ഡു? ടെൽ മീ. Wash my face, yes. Brush my teeth. Yeah, that is the first thing you have to do. So, go bathroom പോയിട്ട് ബ്രഷ് ഒക്കെ ചെയ്ത് ഫേസ് ഒക്കെ കഴുകി ചിച്ചിയൊക്കെ പോക്കിയിട്ട് വാ. എന്നിട്ട് അമ്മ അപ്പാപ്പ തരാം. ഫസ്റ്റ് ബ്രഷ്. കുറേ കാര്യങ്ങളൊക്കെ മിച്ചു തനിയെ ചെയ്യും കേട്ടോ. ഞാൻ പിന്നാലെ പോകണമെന്നൊന്നുമില്ല. ഈ ബ്രഷ് എടുത്തു കൊടുക്കലും അവൻ്റെ ഈ പേസ്റ്റ് എടുത്തു കൊടുക്കലും അഥവാ വെച്ച സ്ഥലത്ത് എല്ലാന്നാണെങ്കിൽ ഞാനൊന്ന് എടുത്തു കൊടുക്കണം. ചില ദിവസങ്ങൾ സ്നേഹം കൂടുമ്പം അമ്മ വാ അമ്മ എന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ കൊഞ്ചും. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ കൂടെ പോകാൻ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം മിച്ചു തന്നെയാണ് മിച്ചുവിൻ്റെ ബ്രഷ് ചെയ്യുന്നതും ഒക്കെ. ഈ ചെരുപ്പാണെങ്കിൽ പോലും അവൻ്റെ അച്ഛൻ വെക്കുന്ന പോലെ കണ്ടിട്ട് അവൻ അങ്ങനെയേ വെക്കുള്ളൂ. അത് കുഞ്ഞിലേ പഠിപ്പിച്ചെടുത്ത ചില സാധനങ്ങൾ മിച്ചു ഒരിക്കലും മാറ്റി ചെയ്യാറില്ല കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഇന്ന് എൻ്റെ സ്കിൻ കെയർ ഒന്നും പ്രത്യേകിച്ചിട്ടൊന്നും നോർമലായിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ അതിനെക്കൊണ്ട് കുറേ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല.
ഒരു പ്രായം കഴിഞ്ഞാൽ സ്കിന്ന് നോക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ ഇന്ദുലേഖേൻ്റെ സോപ്പാട്ടോ, അവരെനിക്കൊരു പ്രൊമോഷന് വേണ്ടി തന്നതായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിലേക്ക് ഇതിൻ്റെ പത പോയിട്ട് എനിക്ക് എരിയുന്നുണ്ട്. കുറേ ആയിട്ട് ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുന്ന കുറവായിരുന്നു, ഫേസ് വാഷസ് തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ മാത്രം ഞാൻ ഈ സോപ്പ് തേക്കുന്നുണ്ട് കേട്ടോ. രാവിലെ അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു ടൈം കണ്ടുപിടിച്ചിട്ട് ആ സമയത്ത് ഞാൻ സോപ്പ് തേക്കുന്നുണ്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ പ്രായം ആവുന്നതിനനുസരിച്ചിട്ട് ഒരു 25 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു ബേസിക് സാധനമെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇപ്പോൾ ഒരുപാട് ക്രീമുണ്ട്. നമ്മളെ സ്കിന്നിന് എന്താണോ സൂട്ടാവുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാണ്ട് ഞാൻ എന്നെ പോലുള്ളതോ വേറെ ഏതെങ്കിലും ഒരു ആൾക്കാർ വീഡിയോയിൽ ചെയ്യുന്നതോ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ കാണിക്കുകയോ അല്ലെങ്കിൽ എന്നിട്ട് വേണം ചിലപ്പോൾ ഡോക്ടേഴ്സ് തരുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളായിരിക്കില്ല, ചിലപ്പോൾ ഫാർമസി യൂസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങളെ സ്കിന്നിൽ എന്താണോ ചേരാത്തത് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് വേണം ഇതൊന്ന് യൂസ് ചെയ്യാനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ കോസ്മെറ്റിക് ഇതിലുള്ളതിനെ കൊണ്ട് തന്നെ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാം എന്ത് ചെയ്താൽ എനിക്ക് എഫക്റ്റീവാണ്, എന്ത് ചെയ്താൽ എനിക്ക് ഇഫക്റ്റീവ് അല്ല എന്നുള്ളത്. അതിനൊരു മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കെമിക്കലല്ല, ഇപ്പം ഈ കുറേ ഹൈഡ്രാ ഫേഷ്യൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഫക്റ്റീവായിട്ട് വരാറില്ല. ഞാൻ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് ഒട്ടും ഇഫക്റ്റീവ് അല്ല. എനിക്കിങ്ങനെ കുരുവൊക്കെ വരുന്ന പോലെ തോന്നും. അതിനെക്കാട്ടി എനിക്ക് നല്ലത് നോർമൽ ഫേഷ്യൽസാണ്. കെയറിൽ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് സൺസ്ക്രീൻ. പ്രൊഡക്റ്റ് എന്താ പ്രമോഷനൊന്നും അല്ല, പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരു മിനിറ്റ് തന്നെയാണ്. ഈ സൺസ്ക്രീൻ ഉണ്ടല്ലോ, ഇത് മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, അതായത് ഓർഡിനറീൻ്റെ പോലെയുള്ളൊരു ബ്രാൻഡാണ് അതിൻ്റെ പാക്കിങ്ങും ഒക്കെ. അപ്പോൾ മിനിമലിസ്റ്റിൻ്റെ SPF 50 സൺസ്ക്രീൻ വിത്ത് നയാസിനമൈഡും പിന്നെ വൈറ്റമിൻ B5ഉം അതേപോലെ തന്നെ വൈറ്റമിൻ F, അതെനിക്കറിയില്ല. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു സൺസ്ക്രീൻ. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഏതോ ഒരു ഗിഫ്റ്റ് ബോക്സിൽ എനിക്ക് തന്നതായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഏതോ ബ്രാൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് തന്നായിരുന്നു. പ്രൊമോഷന് വേണ്ടിയിട്ടല്ല കേട്ടോ, തന്നായിരുന്നു. തീർന്ന് ഇതെനിക്ക് ഭയങ്കര നല്ലതായിരുന്നു. അതായത് ഭയങ്കര ഓയിലി അല്ല, ഭയങ്കര ഡ്രൈയിങ്ങും അല്ലാത്തൊന്നായിരുന്നു. തീർന്നു. എനിക്ക് ഇവിടെ മിനിമലിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. നാട്ടിലുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്, മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെത് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഈ ലാക്മീൻ്റെ. ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് കുറച്ചൊന്ന് പ്രസൻറ്റബിൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ലാക്മി 925ൻ്റെ സൺ എക്സ്പേർട്ട് ടിൻറ്റ് ആണ്. ഇതിൽ ചെറിയൊരു ടിൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷനൊന്നും അധികം ഇടാൻ താല്പര്യമില്ല, എന്നാൽ ചെറിയൊരു കവറേജ് വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇതിൽ SPF 50 PA+ ഉണ്ട്. പിന്നെ ടിൻറ്റും കൂടെ ഉള്ളതിനെ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് 2 കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഏതോ റാൻഡം ആയിട്ടുള്ള ഒരു ഫാൻസി ഷോപ്പിൽ നിന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങളുടെ ഈ ഒരു സൈഡിൽ, അതായത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ താഴെ ഇങ്ങനെ ഷോപ്പെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊഡക്ട്സ് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് ആ ലിങ്കിലേക്ക് കയറിയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളറുള്ളത്. ഞാൻ ജസ്റ്റ് ഇത് പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് മാത്രം ഇട്ടുന്നുള്ളൂ. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഒരു സഫോറേൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ, അതാണ് ഈ യൂസ് ചെയ്യാറ്. ചുമ്മാ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ എന്ന് വെച്ചിട്ട് പറഞ്ഞെന്നുള്ളൂ. ഒന്നും പ്രൊമോഷൻ്റെ ഭാഗമല്ല, ഞാൻ യൂസ് ചെയ്ത സാധനം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സ്ട്രെസ് ചെയ്യുന്ന ഈ ഫിയോസിലുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ക്ലീനാക്കി വെക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ക്ലീനാക്കി വെക്കണ്ട അല്ലെങ്കിൽ കിടക്കണ്ട. കാരണം എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു ബോക്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാകും. ഇവരുടെ ടോയ്സ് പൊട്ടിയതായാലും ചളങ്ങിയതായാലും നമുക്ക് ആ ചില ടോയ്സൊക്കെ എടുത്ത് നമുക്ക് കളയണം എന്ന് തോന്നിയാലും
കളയാൻ മനസ്സ് സമ്മതിക്കൂല. എനിക്കിപ്പോഴും ഓർമ്മ എൻ്റെ അമ്മയൊക്കെ പണ്ടത്തെ സാധനമൊക്കെ എടുത്ത് വെക്കും അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് വളരെ കുറവേ ഉള്ളൂ. എൻ്റെ ഒന്നും ഒരു സാധനവും ഇല്ല. ഏട്ടൻ്റെയൊക്കെ ഒരു ടീഷർട്ടോ അങ്ങനെയൊക്കെ അമ്മ കാണിക്കുമ്പോൾ അമ്മയ്ക്കുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്നെപ്പോലെ തന്നെ അമ്മയും എക്സൈറ്റഡ് ആണ്. മിച്ചുൻ്റെ കുഞ്ഞിലുള്ള എന്താ പറയുക ഈ പാലും കുപ്പിയൊക്കെ അമ്മ ഇപ്പോഴും എടുത്ത് വെച്ചിട്ട് എനിക്ക് ചിലപ്പം വീഡിയോ കോളൊക്കെ ഉണ്ടാവുമ്പോൾ കാണിച്ചു തരും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വീട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ടോയ്സൊക്കെ അടുക്കി പെറുക്കി വെച്ച് അങ്ങനെ വേണമെന്നില്ല. കുട്ടികളുള്ള വീടാകുമ്പം കുറച്ചൊക്കെ അലമ്പായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികൾ ആക്റ്റീവ് ആണെന്നാണ് ശരിക്കും പറയുക. ഞാൻ ഓരോ ടോയ്സ് അവന് എടുക്കുമ്പോഴും ഞാൻ തിരിച്ചത് അങ്ങനെ കൊണ്ടുപോയി വെക്കും. കളി കഴിഞ്ഞാൽ ഞാൻ ഈ മിച്ചുനോട് പറഞ്ഞിട്ടുമുണ്ട് കളിച്ച് കഴിഞ്ഞാൽ എടുത്ത് വെക്കണം എന്നുള്ളത്. എനിക്കത് സ്ട്രെസ്സായിട്ട് ഞാൻ ഒച്ചപ്പാട് ഉണ്ടാക്കാറുണ്ട്. അവന് സ്ഥിരമായിട്ട് ഒരു ബോള്, അവൻ്റെ ഒരു സ്കേറ്റിംഗ് ബോർഡുണ്ട്, ഒരു സൈക്കിളുണ്ട്. അത് മാത്രമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിങ്ങനെ മെസ്സി ആകുമ്പം ചൂടാകും എന്ന് അറിയുന്നതിനെ കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്താക്കി അവൻ്റെ ടോയ്സ് ഞാൻ അവനോട് ഇന്ന് എല്ലാ ടോയ്സും കൊടുത്തിട്ട് നീ ഫുള്ള് നിലത്തിട്ടാലും കുഴപ്പമില്ല, നീ എല്ലാ ടോയ്സും കൊടുത്ത് കളിക്കുമെന്നും പറഞ്ഞ് ഞാൻ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അമ്മ അയച്ചെന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിലുള്ളത് പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും വെച്ചു കൊടുത്ത്. ചില സമയങ്ങളിൽ നമ്മൾ അവർ ചിന്തിക്കുന്ന രീതിക്ക് ചിന്തിച്ച് നമ്മൾ ഈ നീറ്റാക്കി വെക്കണ്ടെന്നൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നാറുണ്ട് കേട്ടോ. കാരണം അവർക്ക് ആക്റ്റീവായിട്ട് കളിക്കേണ്ട സമയത്ത് നമ്മൾ നീറ്റാക്കി വെക്കലല്ലല്ലോ നമ്മുടെ പ്രയോറിറ്റി ആയിട്ട് വെക്കേണ്ടത്. അങ്ങനെ മനസ്സിലായപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വാരി വലിച്ച് കിടക്കട്ടെ, ഈവനിങ് ആവുന്ന സമയത്ത് ഞാൻ നീറ്റാക്കി വെച്ചോളാം എന്നുള്ളത് ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് എന്നും അങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ മൂഡിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കുട്ടികളുടെ അടുത്ത് കളിക്കുന്നതും ഒക്കെ. അത് വെച്ച് ഞാനിപ്പോൾ അയ്യോ ഇവരെത്ര പെർഫെക്റ്റ് ആയിട്ട് അമ്മയാണ് അങ്ങനെയൊന്നല്ല. നാളെ ചിലപ്പോൾ എനിക്ക് അയ്യോ ഇങ്ങനെ കിടക്കുകയല്ലേ, ഇത് നീറ്റാക്കി വെച്ചേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നും. ഇന്ന് എൻ്റെ തോന്നൽ ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മമാരൊന്നുമില്ല, എല്ലാവരും ഞാൻ എപ്പോഴൊക്കെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ മൂക്കും കുത്തി താഴെ വീണിട്ടേ ഉള്ളൂ. കാരണം അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കുമ്പം പറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പെർഫെക്റ്റിലേക്ക് നയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. മിതു എപ്പോഴും പറയും നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പം ആ ബിസിനസ് തോക്കണം, അത് ഫെയിലാവണം, അതിൽ നിന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ എന്നുള്ളത്. കാരണം എനിക്ക് സ്ഥിരമായിട്ട് ഓരോന്ന് ഞാൻ തുടങ്ങും, അത് ഞാൻ നിർത്തി പൊട്ടാറില്ല, ഒന്നും ഫ്ലോപ്പായിട്ടില്ല. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കാറില്ല. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയാൻ വേണ്ടി വന്നത് എന്നും എല്ലാ അമ്മമാരും അടിപൊളിയാണ്, ഒരമ്മമാരും മോശമായിട്ടൊന്നുമില്ല. പിന്നെ കുട്ടികൾ വളരുന്നതിനനുസരിച്ചിട്ട് അവരെ പ്രയോറിറ്റി മാറും എന്നുള്ളത് നമ്മളും കൂടി മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മിച്ചുനൊന്ന് മേലൊക്കെ കഴുകി മേലല്ല എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ടോ. ഞാൻ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും അവനെ എണ്ണ തേച്ച് കുളിപ്പിക്കും. അതെനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിൽ വീടൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തേച്ച് വെച്ച് മിതു വരുമ്പോഴേക്ക് ഞാൻ ഫ്രീ ആയി മിതുവിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്ന് പണ്ടത്തെ പോലെ ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പാട്ടും കൂടി കേൾക്കണം. അപ്പോൾ ഞാൻ വീടൊക്കെ ഏകദേശം ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ഹാപ്പിനെസ് ഇവിടെ നിന്ന് തുടങ്ങട്ടെ അല്ലേ. എഴുതി വെച്ച ദിവസം തന്നെ ഇന്ന് ഇങ്ങനെ ആവട്ടെ എൻ്റെ ഹാപ്പിനെസ് തുടങ്ങുന്നതും. നമുക്കിനി വഴിയെ നോക്കാം എന്തൊക്കെയായിരിക്കും ഞാനിനി ചെയ്യാൻ പോണേന്നുള്ളത് കേട്ടോ. പക്ഷേ കുറേ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്കിങ്ങനെ ഷെയർ ചെയ്യാനും താല്പര്യമില്ല. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും തന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ബാക്കി വീഡിയോ ഇനി ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് മുന്നോട്ട് ഇതെങ്ങനെ പോണ്, നമുക്ക് ജാനുവരി 1 എൻ്റെ ബർത്ത്ഡേൻ്റെ ഉള്ളിൽ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് ഞാൻ തന്നെ ഒന്ന് നോക്കട്ടെ. നിങ്ങളും നോക്കൂ.